സ്നേഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും, ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഘോഷിയായി തീരുകിലും, ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ വായിക്കാം. ഒരു ദിവസം അവ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. കൊടുങ്കാറ്റുണ്ടായി, ചുഴലിക്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്. നമ്മുടെ പ്രകൃതിക്ഷോഭം മൂലം കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ഷോഭമല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള കൊടുങ്കാറ്റിനെ കുറിച്ചാണ്. കൊടുങ്കാറ്റ്, ഹൃദയത്തിൽ കൊടുങ്കാറ്റ്. എനിക്കറിയാം, നിങ്ങൾ അനേകം പേരുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റുണ്ട്. അത് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ടൊരു ഗതി കിട്ടാത്തതുപോലെ വലയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? കൊടുങ്കാറ്റല്ലേ? കൊടുങ്കാറ്റ്. നല്ലൊരു തുക കടം വന്നിരിക്കുന്നു. കൊടുങ്കാറ്റ്. വലിയൊരു തുകയാണ് വന്നിരിക്കുന്നത്. കൊടുങ്കാറ്റ്. തീർക്കാൻ മാർഗമില്ല, ഒരു കാരണവശാലും മാർഗമില്ല. ഉള്ളതെല്ലാം വിറ്റാലും തീരുകയില്ല. എന്താ പോംവഴി? ഇനി എന്താ പോംവഴി? പോംവഴി കാണാതെ മനസ്സ് അഴലുന്നു, വിഷമിക്കുന്നു. ഒന്നോ രണ്ടോ വേറെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് നല്ല സാമ്പത്തിക നിലവാരമുണ്ടായിരുന്ന ഈ ആളുകളിൽ നിന്ന് കടം കൊണ്ട് മൂടി വിഷമിക്കുന്നു, മനസ്സ് ഉലയുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്നാണ് ഒരു രോഗം വന്നത്. പെട്ടെന്ന് രോഗം, മാരകമായ രോഗമാണെന്ന് സംശയിക്കുന്നു. അറിയാൻ പാടില്ല, ഡോക്ടേഴ്സ് കാണണം. രോഗം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ രോഗം മാരകമായ രോഗമാണോ? മനസ്സ് വിഭ്രാന്തിയിലാണ്, മനസ്സ് വെപ്രാളത്തിലാണ്. ഒരു കൊടുങ്കാറ്റാണത്, കൊടുങ്കാറ്റ്. എത്രയോ കുടുംബങ്ങളെയാണ് കൊടുങ്കാറ്റടിച്ച് അലയുമാറാക്കുന്നത്. വശം കെട്ടു പോകുന്നു, മനുഷ്യൻ വിഷമിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പടക് ആടി ഒലയുകയാണ്, തിരമാലകൾ അങ്ങ് തിമിർത്ത് ഉയരുകയാണ്. വള്ളം മറിയുമെന്നുള്ള നിലയിലായി. പാവപ്പെട്ട ശിഷ്യന്മാർ അമ്പരപ്പിലായി. ഒന്നുകൂടി വായിക്കൂ. ഒരു ദിവസം അവ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. പടകിൽ വെള്ളം നിറഞ്ഞു, വള്ളത്തിൽ വെള്ളം നിറഞ്ഞു. വലിയ തടാകമാണ്. ഗലീലാക്കടൽ അല്ലെങ്കിൽ ഗന്നേസരി തടാകം, അതിൽ തീബരിയാസ് കടൽ, ഇതെല്ലാം ഒരു
തടാകത്തിൻ്റെ തന്നെ ഓരോ ഭാഗങ്ങളാണ്. പടകിൽ വെള്ളം നിറഞ്ഞു, അവർ പ്രാണഭയത്തിലായി. ശിഷ്യന്മാർ ആഞ്ഞ് തണ്ട് വലിക്കുന്നുണ്ട്, തുഴയുന്നുണ്ട്. അകത്ത് കയറി വെള്ളം തേയി കളയാൻ കൈകൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. അവർ 12 ശിഷ്യന്മാരുമുണ്ട്. അവിടെ നാം കാണുന്നത് കർത്താവ് ആ പടകിലുണ്ട് താനും. കർത്താവ് പടകിലുണ്ട്, പക്ഷേ കർത്താവ് ഉറങ്ങുകയാണ്. കർത്താവ് ഉറങ്ങുന്നു. ജീവിതത്തിൽ ആകുലപ്പെട്ട് വലയുന്ന തൻ്റെ ശിഷ്യന്മാരുടെ പ്രയാസം അപ്പോൾ കർത്താവ് അറിയുന്നുണ്ടോ നമുക്കറിഞ്ഞുകൂടാ, അവിടെ ഒന്നും പറയുന്നില്ല. ഏതായാലും കർത്താവ് ഉറങ്ങുകയാണ്. അവർ പ്രാണഭയത്തിലായി. എന്തു വേണ്ടു? കടലിൽ മുങ്ങിച്ചാകും. നടുക്കടലിലായി. നടുക്കടലിൽ 107-ാം സങ്കീർത്തനത്തിൽ നാം ഒരു വാക്യം ചിന്തിച്ചല്ലോ. 107-ാം സങ്കീർത്തനത്തിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. സ്തോത്രം! എന്തൊരു ആശ്വാസമുള്ള വാക്കാണ്. കൊടുങ്കാറ്റുണ്ട്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ യേശുവുണ്ട്. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. എന്താണ്? കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. അടുത്ത വാക്യം, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. സ്തോത്രം! ദൈവത്തിന് സ്തോത്രം! ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചു. ഈ വാക്യം എനിക്ക് വലിയ ആവേശം പകർന്ന വാക്യമാണ്. ആഗ്രഹിച്ച ചില തുറമുഖങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച തുറമുഖം. ചില കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതി ഒരു മെഡിസിൻ ഡോക്ടറാകാനുള്ള അഡ്മിഷൻ കിട്ടുന്ന റെഡിയാണ്. ആഗ്രഹിച്ചൊരു തുറമുഖം, ഒരു മെഡിക്കൽ അഡ്മിഷൻ, മെഡിസിൻ അഡ്മിഷൻ വേണം. ആഗ്രഹിച്ച തുറമുഖം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം കടമെല്ലാം മാറിയ സ്വസ്ഥത കിട്ടണം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം എൻ്റെ രോഗം മാറണം, സൗഖ്യം കിട്ടണം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം വീട് വയ്ക്കാനൊരു 2 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ മാർഗമില്ല. ആഗ്രഹിച്ച തുറമുഖം. ഒരു നല്ല വിവാഹം വേണമെന്ന് ആഗ്രഹിച്ചു. വയസ്സപ്പുറം കടന്നുപോയി. ഇപ്പോൾ 38-39 വയസ്സായി. വിവാഹ ആലോചനകൾ വേണ്ടതുപോലെ വരുന്നില്ല. ആഗ്രഹിച്ച തുറമുഖം വിവാഹ ആലോചനകൾ വരുന്നു. ആഗ്രഹിച്ച തുറമുഖത്ത് നാം എത്തിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം! ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം സത്യമാണെന്ന്? നാം ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിക്കും. തിരമാലകൾ തള്ളിക്കയറുന്നുണ്ട്, വെള്ളം ഉള്ളിൽ കയറുന്നുണ്ട്, പടകാടി ഒലയുന്നുണ്ട്, ശിഷ്യന്മാർ സംഭ്രമിച്ചു പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എത്തിക്കണമെങ്കിൽ കർത്താവോട് എഴുന്നേൽക്കണം. യേശു എഴുന്നേൽക്കണം. യേശു ഉറങ്ങുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം! സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, യഹോവേ ഉണരേണമേ, യഹോവേ ഉണരേണമേ. ദൈവത്തെ ഉണർത്തണം നിങ്ങൾ, ദൈവത്തെ വിളിക്കണം നിങ്ങൾ. കർത്താവേ ഉണരേണമേ. എൻ്റെ ജീവിതം വലഞ്ഞു പോകുന്നു, ഞാൻ അസ്വസ്ഥതയും വലഞ്ഞു പോകുന്നു, ഞാൻ ജീവിതത്തിൽ തോറ്റുപോകുന്നു, എനിക്ക് സമാധാനമില്ല, എൻ്റെ ഹൃദയത്തിൽ സന്തോഷമില്ല. കർത്താവേ നീ ഒന്ന് ഉണരണമേ. യഹോവേ ഉണരണമേ. നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം! കൺഫ്യൂഷൻസ്, മനസ്സിലെ ഏറെ ചിന്താക്കുഴപ്പങ്ങൾ, ആകുലങ്ങൾ, ഏറെ ചിന്താക്കുഴപ്പങ്ങൾ. ഇത് ശരിയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ആത്മീയം തന്നെ ശരിയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സത്യമായും പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിതുമ്പുമ്പോൾ, ഏങ്ങലടിക്കുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ വിതുമ്പി കരയുമ്പോൾ, നിങ്ങളുടെ നെടുവീർപ്പുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ ആശ്വസിക്കുന്നൊരു ക്രിസ്തു ഉണ്ട്. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ നിങ്ങൾ വിളിക്കുക. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് അധിവസിക്കണമേ. യേശുവേ, നീ എൻ്റെ തലമേൽ നിൻ്റെ കരം ഒന്ന് വെക്കണമേ. യേശുവേ, എൻ്റെ വേദന നീ ഒന്ന് മാറ്റണമേ. യേശുവേ, എൻ്റെ ഈ അസ്വസ്ഥത മാറ്റി തരണമേ. യേശുവേ, എൻ്റെ ഭയപ്പാട് മാറ്റി തരണമേ. എൻ്റെ ഭീതികൾ മാറ്റി തരണമേ. എൻ്റെ ഹൃദയത്തിൽ വരുന്നതായി അനേകം ഭീതി വിഷയങ്ങൾ, കർത്താവേ, ഭയപ്പാടുകൾ, സംഭ്രജനകമായ കാര്യങ്ങൾ എല്ലാം മാറ്റി എനിക്ക് സ്വസ്ഥത തരണമേ. കർത്താവേ, ഒരു തൊഴിലില്ലല്ലോ, ഒരു വരുമാനമില്ലല്ലോ, എന്തു വേണ്ടു എനിക്ക് അറിയാൻ വയ്യല്ലോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ, പക്ഷേ അതിനുള്ള മാർഗം കാണുന്നില്ലല്ലോ. കർത്താവേ, ഒരു പോംവഴി തരണമേ.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇങ്ങനെ വിളിച്ച് പറയുന്ന അനേകം പേർക്ക് സമാധാനം കിട്ടുന്നത് ഞാൻ കണ്ടു. സമാധാനം കിട്ടി. അവരെ പിന്നീട് വിളിച്ച് സാറേ പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് പറയുന്നു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മേന്മയൊന്നുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ കർത്താവെ എനിക്കൊന്നും അറിയാൻ വയ്യല്ലോ, ഈ പാവപ്പെട്ടവരുടെ കരുണ തോന്നണമെന്ന് ഞാൻ പറയാറുണ്ട്, കരുണ തോന്നണമെന്നും പറയാറുണ്ട്. അതിനപ്പുറം ഒന്നും എനിക്കും ചെയ്യാൻ കഴിവില്ല. ഞാനും ആവശ്യക്കാരനാണ്. എനിക്കുമുണ്ട് പ്രാരബ്ധങ്ങൾ, എനിക്കുമുണ്ട് ഭാരങ്ങൾ, എനിക്കുമുണ്ട് വേദന വിഷയങ്ങൾ, എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ. സ്തോത്രം. പക്ഷേ ഇന്ന് ഞാൻ പിടിച്ചു നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണ്, ആ കൃപയുടെ കരത്തിലാണ്. ആ കരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മഹത്വമാർന്ന കരങ്ങൾ എന്നെ തലോടുന്ന് ഞാൻ അനുഭവിക്കുന്നു. ഞാൻ വിതുമ്പുമ്പോൾ, ഞാൻ ഏങ്ങലടിക്കുമ്പോൾ ആ കരം വന്നെൻ്റെ കണ്ണിൽ തുടയ്ക്കുന്ന ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ കരം വന്ന് എന്നെ തലോടുന്നതും താങ്ങുന്നതും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഒരു അറിവിൻ്റെ ജീവിതമല്ല, കുറേ തത്വങ്ങൾ പഠിക്കുന്ന ജീവിതമല്ല, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാൻ പറയുന്ന ജീവിതമല്ല, കുറേ പ്രാർത്ഥന ഉരുവിടുന്ന ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധമുള്ള ജീവിതമാണ്. നിങ്ങളറിയണം, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കയിൽ യേശുവായിട്ട് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ യേശു നിങ്ങൾ ഉണർത്തുമെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനിപ്പോഴും ഓർക്കുന്നു, നല്ല സന്തോഷത്തോടെ ഓർക്കുന്നു. കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ബോർഡിലേക്ക് തിരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്തും എനിക്കറിയാം യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന്. അന്നേരം ഞാൻ കിഴക്കൂടെ തിരിഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന്. എനിക്കറിയാം യേശു എന്നെ നിയന്ത്രിക്കുന്നു. എനിക്കറിയാമായിരുന്നു യേശു നിയന്ത്രിക്കുന്നു. ഓരോ ചുവടുവെപ്പിൽ യേശു നിയന്ത്രിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ യേശു അരികിലുണ്ട്. യേശുവിനെ നിങ്ങൾ വിളിച്ചുണർത്തുക. യഹോവേ എഴുന്നേൽക്കണമേ, യഹോവേ ഉണരണമേ, നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങൾ രക്ഷയ്ക്കായി വരയണമേ. സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥനാ വീരനായിരുന്നു. പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണകൾ പ്രാപിച്ചിരുന്നു, കൃപകൾ പ്രാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരുന്നു. നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. അന്ന് ആ പടക് ആടി ഇളകി ഉലയുമാറായിരുന്നു. വെള്ളം തള്ളി കയറുകയായിരുന്നു. പടക് മുങ്ങുമാറായി. സ്തോത്രം. പ്രകൃതിയുടെ ക്ഷോഭം. ഞാൻ വേറൊരു വശത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു വിടട്ടെ. ഇന്ന് പലരും എൻ്റെ ഈ പ്രായം ഇത് അനുകൂലമായ പ്രായമല്ല. കാലം ദശാന്ത്യം, ശനിദശയാണ്. രക്ഷയൊന്നുമില്ല. ഈ ശനിദശ കഴിഞ്ഞു പോവുകയില്ല. പ്രകൃതിയിലെ കാര്യമായി പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോൾ ആദിത്യദശയാണ്. സൂര്യൻ ഭയങ്കര ഉഷ്ണമാണ്. ആദിത്യദശയാണ്. വേറെ ചിലർ പറയും ഈ രാഹുർ ദശയാണ്. രാഹുവിൻ്റെ അപഹാരകാലമാണ്. ഇതിനപ്പുറം കടന്നു പോവില്ല. നിങ്ങളുടെ പഞ്ചാംഗത്തിലോ അല്ല നിങ്ങളുടെ ജാതകത്തിലോ അങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ജാതകം ഉണ്ടായിരുന്നു. ജാതകം ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെ ഇന്ന ദശാന്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ജാതകം എടുത്ത് കത്തിച്ച് കളഞ്ഞു. ജാതകമല്ല എന്നെ നിയന്ത്രിക്കുന്നത്, ദശാന്തിയല്ല എന്നെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ദശാന്ത്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇത്ര വയസ്സ് വരെ ഏതായാലും അപകടകാലമാണ്, കുഴപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാരഫലം നോക്കുന്നതും ദശാന്ത്യം നോക്കുന്നതും എല്ലാം അബദ്ധമാണ്, വെറും വിഡ്ഢിത്തമാണ്. വെറുതെ പാവപ്പെട്ടവരൊക്കെ വിളിപ്പിക്കാനുള്ള ചില തന്ത്രങ്ങൾ മാത്രം. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാ ഗോളങ്ങളെയും നിയന്ത്രിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒന്ന് ഉദിക്കണം. ഈ ഒരു പുതിയ ഗ്രഹം ഉദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു സൂര്യൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കണം. യേശു ക്രിസ്തു ഹൃദയത്തിൽ ഒന്ന് ഉദിക്കണം. ഒരു സെക്കൻഡ് ചിന്തിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ? ഈ സൂര്യൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? നീ സൂര്യനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തികൾ അതിനനുസരണമായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനനുസരണമായിട്ടാണോ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും ഹൃദയത്തിൽ കയ്പുള്ളവരില്ലേ? സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെ അനുസരിക്കാത്തവരില്ലേ? ഞാൻ ഭയത്തോടെ പറയട്ടെ, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അത് ദോഷമാണ്. കാരണം
നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിപ്പീൻ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സമാധാനത്തിൽ പറയട്ടെ, എൻ്റെ മക്കൾ പൂർണ്ണമായും വിധേയപ്പെട്ടനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് നിൽക്കുന്നു. സ്തോത്രം. എന്നും എൻ്റെ ഇളയ മകൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുക്ക് വന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടേ പോകൂ. സാധാരണ കാര്യമല്ലേ, പക്ഷേ പോകുന്നു പറഞ്ഞിട്ടേ പോകൂ. മാതാപിതാക്കളെ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അല്ലെങ്കിൽ ദീർഘായുസ് ഉണ്ടാവില്ല. കാര്യം നിസ്സാരമല്ല, ദീർഘായുസ് ഉണ്ടാവില്ല. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ ദീർഘായുസ് ഉണ്ടാവുകയില്ല. അനേക അനുഭവങ്ങൾ എനിക്കറിയാം, അനേകരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. ദീർഘായുസ് ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ കോളിളക്കങ്ങൾക്ക് കാരണം അനേകം പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് അനേകം പാപങ്ങൾ, തിരുത്തിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, ചിലരെ നിങ്ങളെ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ, കൈകൊണ്ട് അല്ല ഒരു ആയുധം കൊണ്ട് മുറിപ്പെടുത്തിയല്ല, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ കാര്യങ്ങൾ അനേകരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. ചിലരോട് ഇപ്പോഴും ശത്രുതാ മനോഭാവം പുലർത്തുന്നുണ്ടാകാം, ചിലരുമായി പിണങ്ങിയിരിക്കുന്നുണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം വേഗം ശരിയാക്കിക്കൊള്ളുക. ഒട്ടും വൈകരുത്. സ്തോത്രം. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ഗ്രഹകാര്യം വേഗം ക്രമത്തിലാക്കുക. മരണത്തിൻ്റെ തണുത്ത കര നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നീ അതിവേഗം നിൻ്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളുക. എപ്പോഴാണ് കടന്നു ആരറിഞ്ഞു? ഇന്ന് വഴക്ക് പിടിച്ചിരിക്കാം, ഇന്ന് പിണങ്ങിയിരിക്കാം, ഭർത്താവിനോട് മത്സരിച്ചുകൊണ്ടിരിക്കാം, ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാം, ഇന്ന് കുടുംബം കലക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് പരസ്പര അഭിപ്രായ വ്യത്യാസമായി ഇഷ്ടക്കുറവും മുഷിച്ചിലുമായി കുടുംബജീവിതം കലക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് ഹോസ്റ്റലിൽ റാഗിങ് ചെയ്തുകൊണ്ടിരിക്കാം, ഇന്ന് നല്ല കളിയാണ് കളി. നിൻ്റെ ജീവിതം എപ്പോഴാണ് തീരുന്നത് അറിയുന്നില്ല. എപ്പോഴാണ് നിൻ്റെ ജീവിതം തീരുന്നത്? ഇതിൻ്റെ വ്യാജങ്ങളും നിൻ്റെ തന്ത്രങ്ങളും കൗശലങ്ങളും എല്ലാം വെളിപ്പെടുത്താൻ പോകുന്നു. എല്ലാം വെളിപ്പെടും. ഓർത്തുകൊള്ളുക, ഇന്ന് ഈ പടകിലിരിക്കുമ്പോൾ നീ അതിവേഗം യേശുവിനെ ഉണർത്തിക്കൊള്ളുക. യേശുവേ രക്ഷിക്കണമേ. അതാണ് വായിക്കാം 23 വാക്യം മുതൽ. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചു. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞ് അവനെ ഉണർത്തി. അതൊരു വലിയ വെളിവാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നു. ഈ ഒരു ചിന്ത വരണം. ഞങ്ങൾ നശിച്ചു പോകുന്നു. അതൊരു സുബോധമാണ്. ഞാൻ രക്ഷയിലല്ല, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുബോധം അനേകരിത് അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്ന അറിയുന്നില്ല. ഈ പാപത്തിൻ്റെ ഫലമായ ദുരനുഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നെന്ന് പലരും അറിയുന്നില്ല. എൻ്റെ കുടുംബം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയുന്നില്ല. എൻ്റെ തലമുറയ്ക്ക് അപകടം വരുന്ന അറിയുന്നില്ല. മക്കളും അപകടത്തിലേക്ക് പോകുന്ന അറിയുന്നില്ല. മക്കൾ നിങ്ങളുടെ പിടിവിട്ട് നാശത്തിലേക്ക് പോകുന്ന നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നശിക്കുന്നു. ഞാൻ എന്തിന് നശിക്കുന്നതാണ് പറയുന്നത്. ഞാൻ എന്തിന് നശിക്കുന്നു? 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ പറയുകയാണ്, ഞാൻ നശിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ഞാൻ വലഞ്ഞു പോകുന്നു. അവന് സുബോധം കിട്ടി. എനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടം വന്നുപോയി എന്ന് തിരിച്ചറിയുന്നു. അപ്പൻ്റെ വീട് വിട്ടു പോന്നു, അപ്പൻ്റെ സ്വത്ത് എടുത്തുകൊണ്ട് പോന്നു, അപ്പൻ്റെ സ്വത്ത് അനായുധമാക്കി കളഞ്ഞു, എല്ലാം ചെലവഴിച്ചു, ആകെ തകരാറിലായി. ആ ചെറുപ്പക്കാരൻ ധൂർത്തപുത്രൻ അവൻ ആ പട്ടണ പരിഷ്കാരത്തിൽ മുങ്ങി മയങ്ങി അവൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അവന് നശിക്കുകയാണെന്ന് അവൻ അറിയാൻ പാടില്ലായിരുന്നു. അവന് ബോധമില്ലായിരുന്നു, നശിക്കുകയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ പിന്നീട് നാം കാണുന്നു, അവൻ പിന്നീട് വിദേശത്തിൽ പ്രഭുവിൻ്റെ കീഴിൽ ചെന്ന് പന്നിയെ മേയ്ക്കും തൊഴിൽ ചെയ്തു. പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാതായി. അവന് കിട്ടിയ ആഹാരം പോരാതായി. തവിട് എടുക്കാനായിട്ട് കൈ നീട്ടി പന്നിയുടെ വായിൽ നിന്ന് തവിടും എടുക്കുമ്പോഴേക്കും പന്നിയുടെ തട്ടയേറ്റ് അവൻ്റെ കൈ മുറിഞ്ഞു. പാവം ചെറുപ്പക്കാരൻ. അപ്പൻ്റെ വീട്ടിൽ ഏറ്റവും പദവിയുറ്റ ആഠ്യത്വമുള്ള തറവാട്ടിൽ പിറന്ന് ജീവിച്ചവൻ അവനിതാ ഇപ്പോൾ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അനേകരങ്ങനെയാണ്.
ഇന്ന് വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ആന്തരികമായ യാതനകൾ കൊണ്ട് നശിച്ചു പോകുന്നു. നശിക്കുന്നൊരു കൂട്ടം ജനം. ദൈവത്തിന് സ്തോത്രം. പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ടല്ലോ. പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അഭിമാനപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് പള്ളിയുണ്ടല്ലോ, എനിക്ക് നമസ്കാരമുണ്ടല്ലോ, എനിക്ക് മലയാളത്തിൽ സുറിയാനിയിലുള്ള ഗീതങ്ങളുണ്ടല്ലോ, വളരെ ധന്യമായ പ്രമ്യൂനുകളും സദറകളുണ്ടല്ലോ, എന്തിനാ കുറവ്? എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷ പ്രസംഗമുണ്ടല്ലോ, സുവിശേഷ യോഗമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആരും അറിയുന്നില്ല, നാശം ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നശിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉണർത്തി. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ചിന്ത അതാണ്: കർത്താവേ, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ തലമുറ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ മക്കളും മക്കളുടെ മക്കളും തകർന്നുകൊണ്ടിരിക്കുന്നല്ലോ, ഭാവികാല തലമുറയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ നശിച്ചു പോയിരിക്കുന്നല്ലോ. ഇന്ന് ശാന്ത തരാൻ കർത്താവ് വന്നിരിക്കുന്നു. നിങ്ങൾ വിളിക്കൂ യേശുവിനെ, അരികത്തുള്ള യേശുവിനെ നിങ്ങൾ വിളിക്കൂ. യേശുവിനെ വിളിച്ചാൽ ഞങ്ങൾ നശിച്ചു പോകുമെന്ന് പറയൂ. ഞങ്ങൾ നശിച്ചു പോകുന്നു കർത്താവേ എന്ന് പറയൂ. അയ്യോ, ഞാൻ നശിച്ചു പോകുന്നു കർത്താവേ എന്ന് പറയൂ. എനിക്ക് സമാധാനം ഇല്ലല്ലോ കർത്താവേ എന്ന് പറയൂ. എനിക്ക് സ്വസ്ഥത ഇല്ലല്ലോ എന്ന് പറയൂ. നിങ്ങൾ ദൈവത്തോട് പറയൂ: കർത്താവേ, സ്വസ്ഥതയില്ലല്ലോ, എനിക്ക് സമാധാനം ഇല്ലല്ലോ, ഈ സമാധാനം തരണമേ നിങ്ങൾ യാചിക്കൂ. കാണാം സമാധാനം ഒഴുകി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. സമാധാനം പ്രവഹിക്കുന്നത് കാണാം. ഉള്ളം സമാധാനം കൊണ്ട് നിറയുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് വരുന്നത് കാണാം. നിങ്ങളുടെ ഹൃദയത്തിലെ നൈരാശ്യങ്ങളെല്ലാം മാറുന്നത് കാണാം. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായ കുറച്ച് കൊച്ചു സ്വർഗമായി തീരുന്നത് കാണാം. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമോ? നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന യേശുവോട് പറയുമോ: കർത്താവേ, ഞാൻ നശിക്കുന്നല്ലോ, എൻ്റെ ഭാവിയിൽ അടഞ്ഞു പോയല്ലോ, എൻ്റെ മക്കൾക്ക് കേടും കെടുതിയുമായല്ലോ, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലല്ലോ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ? എൻ്റെ ഉള്ളത്തിലേക്ക് നീ എഴുന്നള്ളി വരുമോ? കർത്താവേ, ഞാനും പാവിയായ ഒരു മനുഷ്യൻ, എൻ്റെ പാവം പൂക്കുവാൻ നീ കുരിശിൽ മരിച്ച് നിന്നെ വിശ്വസിക്കുന്നു, നിൻ്റെ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, മേലിൽ മനസ്സറിഞ്ഞ് ഒരു പാവവും വരികയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ, മനസ്സറിഞ്ഞ് ഒരു പാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ വാക്ക് പറയുകയാണ്. കർത്താവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കല്ലേ, തെറ്റുകളൊന്നും ഓർക്കല്ലേ, എൻ്റെ പാവങ്ങൾ കണക്കിടല്ലേ, എൻ്റെ അകൃത്യങ്ങൾക്ക് പരിഗണിക്കല്ലേ. കർത്താവേ, എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ, അകൃത്യങ്ങൾ ഓർക്കല്ലേ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, അകൃത്യം ക്ഷമിക്കണമേ, പാവം പോക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കോളിളക്കങ്ങൾ മാറ്റണമേ, അസ്വസ്ഥതകൾ മാറ്റണമേ, സമാധാനം പകരണമേ, പരിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ, എല്ലാ അശുദ്ധിയും നീക്കണമേ, എല്ലാ ശാപദോഷങ്ങളും മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം. ശാപം മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. കൊടുങ്കാറ്റ് നടക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ കടലോളങ്ങളെല്ലാം മാറ്റി ഞങ്ങൾക്ക് ശാന്ത തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തടമേ തർക്കരം വെച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിലയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.